നമസ്കാരം കൊച്ചി, ഇത് നിങ്ങളുടെ ഫയർ FM 81.7. മാമ എവിടെടാ? DNA-ക്ക്. അയ്യോ, എന്റെ ഭാര്യക്ക് എന്നെ സംശയമില്ലാത്തടത്തോളം കാലം ഞാൻ DNA-ക്ക് ഒന്നും വരൂല. എന്റെ മാമ, നിങ്ങൾ എന്തിനാ പറയണത്? എടാ, എന്റെ പിള്ളേർക്കും എന്നെ സംശയമില്ല. എന്റെ മാമ, ആ DNA അല്ല ഈ DNA. ഓ, എന്റെ തന്തയെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കും. ഓ, എന്റെ മാമ, DNA സിനിമയ്ക്ക് പോണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അയ്യോ, ആര് സിനിമയാടാ? സുരേഷ് ബാബു സാറിന്റെ. എന്റെ ത്യാഗാനം സുരേഷിന്റെ സിനിമ. ഞാനൊരു ഇടവേള കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ്. എൻ്റെ ഒരു മാക്സിമം എഫേർട്ട്, അത്രയും കോൺസെൻട്രേഷനും അത്രയും എല്ലാ ശ്രദ്ധ അടക്കം ഞാൻ ഇതിനകത്ത് DNA ഫിലിമിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. മമ പോണ വഴിക്കുള്ള വണ്ടിക്കൂലിയും സിനിമ ടിക്കറ്റും തിരിച്ചു വരുമ്പോഴുള്ള കാപ്പൂടി. KV അബ്ദുൾ നാസറാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. നല്ലൊരു പ്രൊഡ്യൂസർ, കാരണം ഡയറക്ടറുടെ കൂടെയും ക്രൂവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ. DNA-യുടെ രചന AK സന്തോഷാണ്. ക്യാമറ രവിചന്ദ്രൻ. ഇതിൻ്റെ ആർട്ടിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ്. അത് പടം കാണുമ്പോൾ അറിയാം. എൻ്റെ മുമ്പുള്ള മിക്ക ചിത്രങ്ങളും വൻ വിജയമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഈ ചിത്രം വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന എല്ലാവരോടും ഉണ്ട്. നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രത്തിൽ അഷ്കർ സൗദാനാണ് നായകനാകുന്നത്. കൂമന് ശേഷം ഹന്ന കോശി നായികയാവുന്നു. അതുകൂടാതെ ലക്ഷ്മി റായ്, രഞ്ജി പണിക്കർ, ബാബു ആൻ്റണി, അജു വർഗീസ്, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ബാബു എന്നോട് പറയുകയും അപ്പോൾ ഞാനൊരു അതിഥി വേഷമാണ് ചെയ്യുന്നത്. നല്ലൊരു ക്യാരക്ടറാണ് അത്. നിങ്ങളെല്ലാവരും കാണണം, അത് സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, ഞാൻ അഷ്കർ സൗദാൻ. ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് TS സുരേഷ് ബാബു സാറാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഹന്ന. ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ് DNA. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്രൈം ത്രില്ലറാണത്. കുറേ കാലമായി മലയാളത്തിൽ ക്രൈം ത്രില്ലർ കഥകൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കോട്ടയം കുഞ്ഞച്ചൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഭാഗമാകുക എന്നുള്ള ആ ഒരു ആഗ്രഹം DNA-യിലൂടെ സംഭവിച്ചു. നല്ലൊരു പടമായിരിക്കും. ആക്ഷൻ ത്രില്ലറാണ്, എന്നാൽ കുടുംബസമയത്ത് കാണാവുന്ന പടമാണ്. ഇതിൽ ഞാനും മറ്റ് അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ശേഷം സ്ക്രീൻ കാണും. സുരേഷ് ബാബു സർ and Benzi Productions were very patient enough to give the time and space. Artists ആയാലും ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും ആ ഒരു സ്പേസ് കൊടുത്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് പറയാനാണെങ്കിൽ. എനിക്ക് ഒരുപാട് പേര് പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ബിക്കോസ് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഡയറക്ടർ സുരേഷ് ബാബു സാർ. പുള്ളിയുടെ സിനിമയിൽ എനിക്ക് അഭിനയിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ത്രൂ DNA ഐ അച്ചീവ്ഡ് ഇറ്റ്. TS സുരേഷ് ബാബു സാറിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് AK സന്തോഷിൻ്റെ തിരക്കഥയിൽ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഈ ഒരു പടത്തെ, ഈ ഒരു സിനിമയെ വലിയ വിജയമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും വിനീതമായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. It's a well-planned and nicely executed. This is Charlie. മിസ്സിംഗ് ആശ്രീത്തെ എന്റെ വടക്കുന്നത് 6. നിനക്കാരെങ്കിലും കൊല്ലാൻ പ്ലാനുണ്ടോ? If revenge is an art, your killer is an artist. അയാൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കണം. മമ പോണ വഴിക്കുള്ള വണ്ടിക്കൂലിയും സിനിമ ടിക്കറ്റും തിരിച്ചു വരുമ്പോഴുള്ള കാപ്പൂടിയും നോക്കിയേ. എന്റെ ത്യാഗാന്റെ സിനിമ നാട്ടുകാരെ കൊണ്ടല്ല ചെലവാക്കാൻ, പിന്നെ മാമൻ ചെലവാക്കി നിന്നെയൊക്കെ കൊണ്ടുപോകൂടാ.